ഒരു സംവിധായകൻ്റെ മുഖത്ത് എന്താണ് അല്ലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് ഗ്രാസ്പ് ചെയ്ത് അത് പിന്നെ അല്ലേ മറ്റെല്ലാവരെക്കാളും മനോഹരമായിട്ട് അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ. ഇവർക്ക് ഹിതമല്ലാത്ത ഒരു എനർജീനെ ഔട്ട് ചെയ്യും. ഇനി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നല്ല അർത്ഥം. ന്യൂമറോളജി പ്രകാരം അതിൻ്റെ എനർജിയാണ് പറയുന്നത്. 29 ആർക്കാണോ ഒരു എനർജി ഉള്ളത് അത് കൂടെ ഉള്ള ആൾക്കാർ ശരിയല്ല എങ്കിൽ പോലും അവരെ ഔട്ടാക്കി കളയും. അന്ന് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നല്ലേ നമ്മൾ മോഹൻലാലിനെ പറയുന്നത്. കൃത്യമായിട്ടും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പേരാണ്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരിപൂർണനായിട്ടുള്ള ഒരു കലാകാരനാണ്. സുനീഷ് തമ്പാൻ സർ, വെൽക്കം ടു ABC മലയാളം ജ്യോതിഷം. നമസ്കാരം. സാറിന്റെ മമ്മൂട്ടിയെ കുറിച്ച് പറഞ്ഞൊരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. നന്നായി ഓടിയ ഒരു വീഡിയോ ആണ്. അതെ, ഞാൻ മോഹൻലാൽ ഫാനാണ്. അപ്പോൾ നമുക്ക് മോഹൻലാലിനെ കുറിച്ചും മോഹൻലാലിന്റെ ഈ ഒരു എനർജിയെ കുറിച്ചൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ. തീർച്ചയായിട്ടും മോഹൻലാലിന്റെ എനർജി ന്യൂമറോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള എനർജി തന്നെയാണ്. 21 മെയ് 1960 അദ്ദേഹം ജനിക്കുന്നത്. അപ്പോൾ ഇത് പേഴ്സണാലിറ്റി 21 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി നമ്പർ 2+1 3ൻ്റെ എനർജി. അതുപോലെ ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ 21/5/1960 അത് ടോട്ടൽ ചെയ്യുമ്പോഴേക്കും 6 കിട്ടും. അപ്പോൾ 3ഉം 6ഉം ഒന്നിച്ച് വരുന്ന ഒരു എനർജിയാണ്. 369 എന്നൊക്കെ നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് അതിനെ കുറിച്ചിട്ട്. പക്ഷേ ഇത് 3ഉം 6ഉം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു പേരായിരിക്കണം. എന്തുകൊണ്ട് ഇത് മാത്രം പവർഫുൾ ആകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എന്നാൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ എനർജിയാണ്. അത് ടോട്ടൽ ചെയ്യുമ്പം 6ആണ് വരുന്നത്. 6 മറ്റൊരു ഗുരുവാണ്, ശുക്രാചാര്യർ, അസുര ഗുരുവായിട്ടുള്ള ശുക്രാചാര്യരുടെ എനർജിയാണ്. അപ്പോൾ പിന്നെ മോഹൻലാലിൻ്റെ ആ ഡേറ്റ് ഓഫ് ബർത്തിൽ ഇരിക്കുന്ന എനർജി പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബൃഹസ്പതിയുടെ എനർജിയും ഒന്ന് ശുക്രാചാര്യർ. അത് രണ്ടും ഓപ്പോസിറ്റാണ്. അതാണ്. അപ്പോൾ ആ ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജി ഒരു ലക്കിയസ്റ്റ് ആയിട്ട് ഒരു മനുഷ്യൻ അനുഭവിക്കണമെങ്കിൽ കൃത്യമായിട്ട് ലക്കിയസ്റ്റ് ആയിട്ടുള്ള ഒരു പേരായിരിക്കണം. അതുപോലെ മോഹൻലാൽ എന്നുള്ള പേരും ഒരു ലക്കിയസ്റ്റ് ആയിട്ടുള്ള പേരാണ്. അത് 29 വരുന്ന പേരാണ്. അപ്പോൾ ഓരോ നമ്പറിലും പേരിൻ്റെ എനർജി ഓരോ നമ്പറിനും ഓരോ കാര്യങ്ങൾ പറയാനുണ്ട്. 29നെ കുറിച്ചിട്ട് ഇപ്പം 20 ഒരാളുടെ പേര് വരികയാണെന്ന് കരുതുക. അപ്പോൾ അത് വളരെ ദോഷമായിട്ടുള്ളൊരു പേരാണ്. അതായത് അവർ മാനസിക വിഭ്രാന്തി കൊണ്ടും ചിലപ്പോൾ ഒരുപക്ഷെ ആത്മഹത്യ പോലും ചെയ്തേക്കാവുന്ന ഒരു എനർജിയാണ് ഈ 20 ഉള്ളത്. അതേസമയം 29ലേക്ക് വരുമ്പം അതും 2ൻ്റെ എനർജി ആണെങ്കിലും അതിനൊരു ലീഡർഷിപ്പ് പവർ ഉണ്ട്. ആ ഒരു എനർജി ഒരു മറ്റുള്ള എനർജിയിൽ നിന്ന് വ്യത്യസ്തമാക്കുന്ന ഒരു എനർജിയാണ്. അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ MS ധോണി, അദ്ദേഹത്തിൻ്റെ എനർജിയും 29ലാണ്. ഇതുപോലെ മോഹൻലാൽ എന്നുള്ള എനർജിയും 29ലാണ് വരുന്നത്. അപ്പോൾ 2 എന്ന 29 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2+9 11 വരും. 11 എന്ന് പറഞ്ഞാൽ 1+1 2ൻ്റെ എനർജി. അങ്ങനെയാണ് അത് 2ൻ്റെ എനർജി ആയിട്ട് വരുന്നത്. അതായത് ചന്ദ്രൻ്റെ എനർജി, കലാകാരൻ്റെ എനർജി. അതായത് ഒരു കംപ്ലീറ്റ് ആക്ടർ എന്നല്ലേ നമ്മൾ മോഹൻലാലിനെ പറയുന്നത്. കൃത്യമായിട്ടും അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പേരാണ്. ഒരു കലാകാരൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരിപൂർണനായിട്ടുള്ള ഒരു കലാകാരനാണ് മോഹൻലാൽ എന്ന ഒരു അതുല്യ പ്രതിഭ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എനർജിയും ചന്ദ്രൻ്റെ എനർജിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ചന്ദ്രൻ്റെ എനർജിയിൽ വരുമ്പോൾ അതിന് എപ്പോഴും അത്ഭുതങ്ങൾ കാണിക്കാൻ വേണ്ടി പറ്റും. അതുപോലെ അത്ഭുതങ്ങൾ കാണിച്ച വ്യക്തിയാണ് MS ധോണി. അപ്പോൾ ഈ 2 എനർജി ഉണ്ടായതുകൊണ്ടാണ് ഞാനിത് യോജിപ്പിച്ചുകൊണ്ട് പറയുന്നത് കേട്ടോ. അപ്പോൾ അദ്ദേഹം ഏതിൻ്റെയും മുന്നിൽ നിന്നുകൊണ്ട് തന്നെ അത്ഭുതങ്ങൾ കാണിച്ചുകൊണ്ട് നിന്ന് എല്ലാവരെയും അല്ല ഇന്നും പിന്നെ ധോണീനെ അത്ഭുതം പോലെയാണ് ലോകമെമ്പാടും പറയുന്നത്, ഇന്ത്യക്കാർ മാത്രമല്ല. അതുപോലെയുള്ള ഒരു എനർജിയാണ് മോഹൻലാൽ എന്ന എനർജി. മോഹൻലാൽ എന്ന ആ ഡേറ്റ് ഓഫ് ബർത്ത് പ്രകാരം നമുക്ക് പേരെടുക്കാൻ പറ്റുന്ന മറ്റ് 2 എനർജികൾ 1 1 2 9 ആയിരുന്നു. പക്ഷെ ഇതിൽ 2ലും ആയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ആ എനർജിയിൽ പേര് വന്നത്. അത് 2ൻ്റെതാണ്. പക്ഷേ സോഫ്റ്റ്നെസ് എന്നുള്ളത് വളരെ അധികം ഉള്ള ഒരു എനർജിയാണ്. പലപ്പോഴും നമ്മുടെ മോഹൻലാലിൻ്റെ ഈ ദേവാസുരം പോലെയുള്ള, ദേവാസുരം എന്ന് പറയുമ്പോൾ അവിടുന്ന് മുതലാണല്ലോ മോഹൻലാൽ ആ മീശപിരി മുതൽ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ ആ ദേവാസുരം പോലുള്ള സിനിമകൾ കണ്ടപ്പോൾ നമ്മൾ വിചാരിക്കും ഒരുപക്ഷെ ഇതൊരു ഭയങ്കര പവർഫുള്ളായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അല്ലെങ്കിൽ പവർഫുൾ മീൻസ് ഭയങ്കര ധീരശൂരനായിട്ടുള്ള ഒരു എനർജിയാണ്. എങ്കിൽ അതല്ല. ഈ ന്യൂമറോളജി പ്രകാരമുള്ള ഈ എനർജി 29 വെച്ച് വളരെ ഫ്ലെക്സിബിളായിട്ടുള്ള, വളരെ അധികം മറ്റുള്ളവരെ അനുകരിക്കാൻ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു എനർജിയാണ് 29. അതായത് നിങ്ങൾ എന്ത് ചിന്തിക്കുന്നു അത് കൃത്യമായിട്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള ഒരു പവർ. ആ ഒരു ഗ്രാസ്പ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു സംവിധായകൻ്റെ മുഖത്ത് എന്താണ് അല്ലെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം എന്താണെന്ന് ഗ്രാസ്പ് ചെയ്ത് അത് പിന്നെ അല്ലേ മറ്റെല്ലാവരെക്കാളും മനോഹരമായിട്ട് അദ്ദേഹം പ്രദർശിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മോഹൻലാൽ.
അപ്പോൾ ആ ഒരു എനർജി കിട്ടിയിരിക്കുന്നത് മോഹൻലാൽ എന്ന ആ പേര് കൊണ്ടാണ്. അപ്പോൾ എങ്ങനെ ചോദിക്കും, സ്വാഭാവികമായിട്ടും മറ്റുള്ളവർ ചോദിക്കുക, ഈ മോഹൻലാൽ എന്നുള്ള പേര് ആർക്ക് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ആവുമെന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഞാൻ പറഞ്ഞില്ലേ 21, അതായത് 3 ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 6 വരുന്ന ആ ഒരു അത്ഭുത സംഖ്യയിൽ കൃത്യമായിട്ട് ജോയിൻ്റ് ആകുന്ന മറ്റ് നമ്പറും ഉണ്ട്. ഇത് ഈ 29 വന്നതുകൊണ്ട് തന്നെ ഈ ചന്ദ്രൻ്റെ എനർജി വളരെയധികം അദ്ദേഹത്തിന് കിട്ടി. ഒരു കലാമൂല്യമുള്ള ഒരു വ്യക്തിയായി മാറി. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വിജയവുമായിട്ട് ആ മോഹൻലാൽ എന്നുള്ള പേര്. ശരിക്കും റെക്കോർഡിക്കലി മോഹൻലാൽ വിശ്വനാഥൻ നായർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ എനർജി ഡിഫറെൻ്റ് ആണ്. അത് മീൻസ് അത് രാഹുവിൻ്റെ എനർജിയാണ്. പക്ഷേ ഒരു വ്യക്തിയെ എങ്ങനെ അടയാളപ്പെടുത്തുന്നു അതിനനുസരിച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ വിജയം. മോഹൻലാൽ വിശ്വനാഥൻ എവിടെയും അടയാളപ്പെടുത്തുകയില്ല. ഈ മോഹൻലാൽ എന്നുള്ള പേരിൽ തന്നെ അത് 29-ലാണ്. ഇതുപോലെ കലാകാരൻ്റെ എനർജിയാണ്. അതിൻ്റെ ഏറ്റവും മുമ്പിൽ നിൽക്കാനുള്ള ഒരു ഭാഗ്യം അതിനുണ്ടാകും. പക്ഷേ അതിനൊരു മോശം കൂടിയുണ്ട്. അദ്ദേഹത്തിനോട് മത്സരിച്ച് കഴിഞ്ഞാൽ അവർ തളർന്നു പോകും. അവരെ ഒരു പക്ഷേ ഫീൽഡ് തന്നെ ഔട്ടാവാനുള്ള സാധ്യത കൂടുതൽ. അതുപോലെയാണ് എം എസ് ധോണി മുന്നിൽ നിന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോഴേ അദ്ദേഹത്തിന് ഉപരിയായിട്ടുള്ള ഒരു എനർജിയോ അല്ലെങ്കിൽ ഒരു സംഭവം അവിടെ ഉണ്ടായിക്കഴിഞ്ഞാൽ അവരെ ഔട്ടാവുമല്ലോ. അങ്ങനെ ഒരു സംഭവം കൂടി അതിനൊരു പുറകിലുണ്ട്. അതിനെ വേണമെങ്കിൽ ഒരു നെഗറ്റീവായിട്ട് എടുക്കാം. അതായത് ഇവർക്ക് ഹിതമല്ലാത്ത ഒരു എനർജീനെ ഔട്ട് ചെയ്യും. ഇനി ഇത് മനഃപൂർവ്വം ചെയ്യുന്നതാണെന്നല്ല അർത്ഥം. ന്യൂമറോളജി പ്രകാരം അതിൻ്റെ എനർജിയാണ് പറയുന്നത്. 29 ആർക്കാണോ ഒരു എനർജി ഉള്ളത്, അത് കൂടെ ഉള്ള ആൾക്കാർ ശരിയല്ല എങ്കിൽ പോലും അവരെ ഔട്ടാക്കി കളയും. അത് അവരവിടെ തന്നെ നിൽക്കുകയും ചെയ്യും. അതേസമയം അവരുമായിട്ട് യോജിച്ച് പോകുന്നവർക്കോ ഉയർച്ചയാണ്. അപ്പോൾ ഈ 29 ഒരു എന്താ പറയുക, ഒരു വീട്ടിലോ അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്സിൻ്റെ ടീമിലോ അതൊക്കെ ഉണ്ടെങ്കിൽ അവരെ വളരെയധികം ശ്രദ്ധിക്കുകയും ചെയ്യണം. കാരണം അവർ ചിലപ്പോൾ തട്ടിപ്പുറത്ത് കളയും. അതേസമയം അവർ ആഗ്രഹിക്കുന്ന രീതിയിലേക്ക് ഉയരാനുള്ള വളരെ പവർഫുള്ളായിട്ടുള്ള ഒരു എനർജി കൂടിയാണ് ഈ 29. അത് എം എസ് ധോണി, അത് ഞാൻ ഫെയിമായിട്ട് നമ്മൾ ഇഷ്ടംപോലെ ആൾക്കാരെ കണക്ക് കിട്ടുന്നത്, എല്ലാവർക്കും അറിയുന്നവരെയല്ലേ നമുക്ക് പറഞ്ഞിട്ട് കാര്യമുള്ളൂ. എം എസ് ധോണി, മോഹൻലാൽ, ഞാൻ കണ്ട വലിയ 2 വ്യക്തികൾ ഈ 29 എന്നുള്ള എനർജിയിൽ. ഇപ്പം ഈ അടുത്തെപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു ജാതകമോ ഇങ്ങനെ എന്തെങ്കിലും ടൈം കിട്ടിയ സമയത്ത് ഇത് ഭാവിയിൽ ഇങ്ങനെ ആവാനുള്ളതാണെന്ന് തോന്നിയിട്ടുണ്ടോ? ഈ ഡേറ്റ് ഓഫ് ബർത്ത് നോക്കിയിട്ട് പലതും ഞാൻ ഈ TV-യിൽ ഫോണിംഗ് പ്രോഗ്രാമിലൊക്കെ ഇതുപോലെ പറയാറുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു നിമിഷം നമ്മൾ മുമ്പിൽ വന്ന് പോകുന്നതല്ലാണ്ട് അങ്ങനെ അതുപോലെ. പിന്നെ ചില ആൾക്കാർ, അതായത് ഈ ഫിലിം ഫീൽഡിലൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ അവർ അതിനനുസരിച്ചിട്ട് പേര് മാറ്റാൻ വേണ്ടിയിട്ട് എൻ്റെ അടുത്ത് വരുന്നുണ്ട്. അങ്ങനെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിത്വം പോലും എൻ്റെ അടുത്ത് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം പിന്നെ പബ്ലിക്കലി പറയാൻ വേണ്ടി പറ്റില്ല. കാരണം അവരുടെ പ്രൈവസി ഉണ്ട്. കാരണം അവർക്ക് ഇതുപോലെ ഒരു ന്യൂമറോളജിസ്റ്റിൻ്റെ അടുത്ത് നിന്ന് പോയി പേര് ശരിയാക്കുന്നതാണ് അല്ലെങ്കിൽ ജ്യോതിഷിൻ്റെ അടുത്ത് പോകുന്ന ആൾക്കാരാണെന്നും ഫെയിം ആയിട്ടുള്ള ആൾക്കാർക്ക് പറയാൻ താല്പര്യമില്ല. പക്ഷെ അതിനനുസരിച്ചിട്ട് അവർ പേയ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് പറയേണ്ട കാര്യമില്ല. ഞാൻ അതല്ലാതെ ചോദിച്ചത്, ഇപ്പോൾ ഒരു കുട്ടിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നിട്ട് പേര് വേണം എന്ന് പറയുന്ന സമയത്ത് ഏതെങ്കിലും ഒരു ഡേറ്റ് ഓഫ് ബർത്ത് കണ്ടിട്ട് ഒരു പേരിട്ട് കൊടുത്തിട്ട് ഉള്ളിൽ തോന്നിയിട്ടുണ്ടോ ഭാവിയിൽ അത്? തീർച്ചയായും അങ്ങനെ ഇഷ്ടംപോലെ ആൾക്കാർ തോന്നിയിട്ടുണ്ട്. ഇന്ന് ഞാനൊരു പേര് ചെയ്തു കൊടുത്തിട്ടുണ്ട് ഒരു കുട്ടിയുടെ. അവർക്ക് പിന്നെ നല്ല ഡാൻസറാണ്, സംഗീതജ്ഞയാണ്, ഒക്കെ ആണെങ്കിലും ഒരു ഫെയിം വന്നിട്ടില്ല. അപ്പോൾ അവരുടെ പേര് എൻ്റെ അടുത്ത് അയച്ചു. അപ്പോൾ അതിന് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിട്ട് മാച്ച് ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള ഏറ്റവും മികച്ച ഒരു പേര്, അത് ഭാഗ്യദായകം മാത്രം ആയാൽ പോരാ, മറ്റുള്ളവരുടെ മുന്നിൽ വലിയവരായി നിൽക്കാനുള്ള ഒരു എനർജി അതിനകത്ത് വേണം. എങ്കിൽ മാത്രമേ ഫെയിം ആകുള്ളൂ. കലാകാരനായിട്ടും ഫേമസ് ആകണമെന്ന് ഇല്ല. ശരിക്കും പറഞ്ഞാൽ ശരിക്കും വലിയ കലാകാരനായിട്ടും ഫേമസ് ആകാത്ത ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. അതുപോലെ പിന്നെ വലിയ കലാകാരന്മാരെന്ന് കരുതുന്ന ആൾക്കാർ ചിലപ്പോൾ ഈ പറയുന്ന പോലെ കലാമൂല്യം ഉണ്ടോ എന്ന് നമുക്ക് സംശയിക്കേണ്ട അവസ്ഥയുണ്ട്. അപ്പോൾ അത് ആ ഫെയിം എന്ന എനർജിയിലാണ് അദ്ദേഹം അങ്ങനെ ഉയരുന്നത്. അതേസമയം കലാകാരൻ എന്നുള്ള എനർജി കുറവായിരിക്കാം. പക്ഷെ കലാകാരൻ എന്നുള്ള എനർജി കൂടുതലായിരിക്കാം. ഫെയിം എന്നുള്ളത് താഴെ പോയി കഴിഞ്ഞാൽ അതൊക്കെ ഈ പേരിൻ്റെ എനർജീനെ വെച്ചിട്ട് വേണം ഇത് വെക്കുക. അതെ, അത് മെയിനായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ അതിലും ഉപരിയായിട്ട് ഈ ഫെയിം എന്നത് കുറച്ച് ഉയർത്തി വെക്കണം. എങ്കിൽ മാത്രമേ പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയാസിൽ ഉയരാൻ വേണ്ടിയിട്ട് സാധിക്കുകയുള്ളൂ. താങ്ക് യു സർ. താങ്ക് യു. ജ്യോതിഷമോ വാസ്തുവോ പൂജയോ നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യൂ. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പർ നിങ്ങളുടെ മൊബൈലിൽ സേവ് ചെയ്യൂ. അതിനുശേഷം ഞങ്ങളുടെ നമ്പറിലേക്ക് വാട്സപ്പിലേക്ക് ഹായ് അയയ്ക്കൂ.
ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും ABC മലയാളം നിങ്ങളോടൊപ്പമുണ്ട്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം. 75 പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം: താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.